എല്ലാവർക്കും സ്വാഗതം. കെഞ്ചി കൊണ്ടിണ്ടായിപ്പ ഒരു പാട്ട് പറഞ്ഞു കൊടുക്ക അച്ഛമ്മ പറഞ്ഞിട്ട് തമിഴിൽ ഒരു 4 വരി പാട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തിന്. അപ്പൊ പാൽക്കാരന്റെ പാട്ട് രജനിന്റെ പൂച്ചേട്ടിന്റെ അടിത്ത ഒരു പാട്ട്. അതെ, അങ്ങനെ ഇവിടെ ഇരുന്ന് ആ പാട്ട് പറയാന്ന് കുട്ടികൾക്കൊരു ഇഷ്ടം. അതിനെ കൊണ്ട് തുടങ്ങിക്കൊള്ളി. അടടാ பசுமாட்டை பத்தி பாட போறேன், புது பாட்டு கட்டி ஆட போறேன். புல்லு கொடுத்தா பால் கொடுக்கும், உன்னால முடியாது தம்பி, பாதிக்குள்ள பிறக்கிறப்பா பசுபால தாய்பால கருவாடு கர்ணதாச சொன்னதுங்க. நீ செத்த வெறுமூடு, நீ செத்த கருவாடு கர்ணதாச சொன்னதுங்க. வந்தாண்ட பாலுக்காரன் அடடா பசு மாட்டை பத்தி பாட போறேன், புது பாட்டு கட்டி ஆட போறேன். അടിപൊളിയായിട്ടുണ്ട് പാട്ട്. അമ്മ എല്ലാം പറഞ്ഞു കൊടുത്തതാ കുട്ടികൾക്ക്. എന്റെ അടുത്ത് കെഞ്ചു ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഒരു പാട്ട് പറഞ്ഞു കൊടുക്കാം അമ്മാന്ന്. അപ്പൊ രണ്ട് അറിഞ്ഞ പാട്ട് രണ്ട് വരി കുട്ടികൾക്ക് ബേജാറാവാന്ന് പറഞ്ഞു കൊടുക്കൂ. അങ്ങനെ തന്നെ കൊറേ പാട്ട് ചോദിച്ചിട്ട് അറിഞ്ഞതിന് വീഡിയോ ഉള്ള കൊണ്ട് അതില് പറയാൻ വേണ്ടിട്ട് കുട്ടികൾ കെഞ്ചുവാ. സൂപ്പർ, അടിപൊളിയായിട്ട്. ഇങ്ങനെ ഒരു മരം കിട്ടിയാൽ തണലത്ത് നിക്കാൻ പറഞ്ഞിട്ട് പാടി വരണം. അത് ഒങ്കേ മറ, ഒങ്കേ പറയും ഇവിടെ കന്നഡത്തില്. പിന്നെ ഇവിടെ ഇങ്ങനെ ചൂട് നിൽക്കുമ്പോ കേരളത്തിൽ ഉണ്ടാവും അല്ലേ, നല്ല ചൂടുണ്ടാവും. കേരള, തമിഴ്നാട് ആ സൈഡല്ല കൂടുതല്. അപ്പൊ നമ്മളെ നാട്ടിലേക്ക് എന്റെ ഏട്ടന്റെ ഒരില് പോയിട്ടുണ്ട്. അപ്പൊ എന്നെ വിളിച്ചാണ്, പോകാനായിട്ടില്ല. അപ്പൊ അവിടെ നിൽക്കാൻ പറ്റില്ല, അത്ര ചൂട്. ഇവിടെ നമ്മള് ഈ തണുപ്പത്ത് വീഡിയോ എടുക്കുമ്പോ വണ്ടിന്റെ ഒച്ച റോഡ് സൈഡ്, ഹൈവേ റോഡ് സൈഡ് അല്ലേ. അപ്പൊ അവിടെ ഏട്ടന്റെ ഒരെല്ലാം തിരുവനന്തപുരത്തേക്ക് പോയിട്ടുണ്ട് പൂജയ്ക്ക്, അച്ഛന്റെ തറവാട്ട് പൂജയ്ക്ക്. അപ്പൊ അവിടെ ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ ഇവിടത്തെ ആ ചൂടില്ല, അത്രക്കുള്ള ചൂട് ഇവിടെ ഇല്ല അല്ലെ. ഇവിടെ അത്ര ഉണ്ടാവും. കൂടിക്ക് 2ാമത്തെ ഊട്ടി എന്ന് പറഞ്ഞിട്ട് പേരെടുത്തത്. എന്നാലോ ചൂട് അധികം ഈക്കൊല്ലോ എല്ലായിടത്തും ചൂട്. സ്റ്റാർട്ട്, റെഡി, ബെർട്ട സൈക്കിള്. അടിപൊളിയായിട്ട് സൈക്കിൾ ഓടണ്. ഭയങ്കര സ്പീഡായി സൈക്കിള്. അല്ല ഇപ്പൊ അത് വെക്ക്. എങ്ങനെയുണ്ട് പൂവല്ല? പൂവിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക്. അതെയാ? നിച്ചുണ്ടോ?
പോയി നമ്മളല്ലേ നല്ല പാങ്ങുണ്ട് മാല 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 ആയിട്ടല്ല അടിപൊളി. ഇത് നമ്മുടെ ചെടിന് അതെ മുല്ലപ്പൂ കിട്ടിയത് നല്ല രസമുണ്ട്, കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇതുണ്ടല്ലേ, ഇത് കനക്കാമ്പറ പറയാല്ലേ. ഇത് ഇതിന്റെ നടുനടു കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇനിയും രസമുണ്ടോ ഇത് ഇതേപോലെ. അതെ നല്ല വെള്ളയും. അപ്പൊ ഇത് കേരളത്തിലല്ല ഇത് ഈ പൂക്ക് കണക്കാമ്പറ പറയോ എന്ത് പറയുന്ന അറിയില്ല അല്ലെ, കമന്റിൽ പറയോ അവര് കനക്കാമ്പറ ചെടി എന്ത് അവര് നമുക്കറിയില്ല അല്ലെ, അതിനെ കൊണ്ട് കമന്റിൽ പറയട്ടല്ലേ. നല്ല പാങ്ങുണ്ടല്ലേ നോക്ക്. അതെ എന്ത് മണം, നല്ല മണം, നല്ല മണം. അല്ല അദ്വൈക്ക് ഭയങ്കര ഇഷ്ടമായി പൂവ്. എപ്പോഴും വരുമ്പോൾ ആ പൂവിനെ നോക്കൂ, മാത്രം വെള്ളം ഒഴിക്കണോ അപ്പൊ നല്ല പൂവ് പിടിക്കും അല്ലേ. ഇപ്പൊ ലീവല്ലേ നിങ്ങൾക്കല്ല അല്ല നിച്ചു? അപ്പോ അച്ഛമ്മയുടെ ഇപ്പൊ കടുപ്പിട്ട് തിന്നുണ്ടാ? രാവിലെ ലഞ്ച് അമ്മ കടുപ്പിട്ട് തിന്നുണ്ട്. രാവിലത്തെ നാഷ്ട സൂപ്പർ ആക്കെ അവരെ പറയാൻ പറ്റില്ല, അമ്മൻ്റെ അടുത്ത് ചോദിക്കാം. കടുമ്പ് സൂപ്പർ ഉണ്ട്. അപ്പൊ എന്ത് ചിക്കൻ കറിയാ? അമ്മ ചിക്കൻ കറി കൂട്ടിലൊക്കെ ഇതാ. അപ്പൊ അപ്പു ചിക്കൻ കറി പാസ്സായിന്. അതൊരു സന്തോഷമുണ്ട് നമുക്കെല്ലാവർക്കും. അതെ, ഇവ 2ാം ക്ലാസ് പാസ്സായി, അതൊരു സന്തോഷം. അവ 4ാം ക്ലാസ്സിന് 5ക്ക് പാസ്സായി, അതൊരു സന്തോഷം. ഗുഡ്, ഇങ്ങനെ പഠിക്കണം എല്ലാവരും. കടുമ്പ് കിട്ടി എങ്ങനെ ഉണ്ടാവാ? സൂപ്പർ ആയിട്ടുണ്ട്. കോഴി ഇറച്ചിക്ക് കടുമ്പും പാങ്ങുള്ള കൊണ്ട് സൂപ്പർ ആയിട്ടുണ്ട്. കുട്ടികൾക്കും കൊടുത്തിട്ട് ഞാനും തിന്നുന്നുണ്ട്. മീനല്ലാതെ ചിപ്പി പോലത്തെ സാധനം, മത്തി ഉണ്ട്, അടിപൊളി മത്തി. അയില, കാട്ട്ല, ചൈനാവാലി, മീൻ നന്നാക്കണം. മത്തി ക്ലീൻ. സുണ്ടിയപ്പോ ടൗണിൽ പോയിട്ട് മത്തി മീൻ കൊണ്ടുവന്ന് കുറച്ച് വെച്ചെങ്കിൽ കവറില് ഒന്നുമില്ല. ഇവിടെ അടുത്ത് ഉണ്ട്, എന്നാലും കുറച്ച് വെച്ച് അർജന്റ് ആവുള്ളൂ. അതെ, നമ്മളെ അടുക്കള റൂമിൽ അങ്ങനെ കയ്യെത്തിയാൽ കിട്ടുമോ? എന്തായാലും പറിച്ചു വെക്കല് ഇനിയും കുറച്ച് ഈസി ആവട്ടെ. ഇട്ടലായാല് ഇറ്റത്ത് പറിക്കാൻ പാടില്ല. അതെയാ, കരിവേപ്പില ഇറ്റത്ത് പറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. റെഡിയായി കൊടുക്കാം. നമുക്കൊരു മീൻ അർജന്റ് കറി. മീൻ കഴിക്കല്ലേ? ാണ് മീനെല്ലാം കഴിക്കണേ. പണി തിരക്ക് ആർക്കും ഒരു ഇതില്ലാതെ സമയമല്ല. അങ്ങനെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം, സബ്സ്ക്രൈബ് ആക്കണം.